ജിദ്ദ കാഴ്ചവെക്കുന്നു അൽഹുദ എക്സ്പോ 2025. പ്രപഞ്ചത്തിന്റെ അനന്ത വിഹായസിലേക്ക് ഒരു യാത്ര പോകാം. ആകാശത്ത് വിരിയുന്ന അവിടെ ഒരു 3 ടൈപ്പ് ആൾക്കാരുണ്ടായിരുന്നു. അപ്പം മദീനനെ എന്ത് പ്രശ്നം വന്നാലും മദീനനെ പ്രൊട്ടക്ട് ചെയ്യാന്നുള്ള സ്വഹാബികളും സ്വസ്ഥമായി മദീനയിൽ ജീവിക്കുന്നത് ഖുറൈശികൾക്ക് പറ്റിയില്ല, ഒറ്റും പറ്റിയില്ല, തീരെ ഇഷ്ടപ്പെട്ടില്ല. അപ്പോൾ അവർ ഇതിനായിട്ട് യുദ്ധത്തിന് അടിപ്പുറപ്പെട്ടു. എൻ്റെ ശരീരത്തിൽ ആത്മാവുണ്ട്, അതുകൊണ്ട് എൻ്റെ കയ്യും കണ്ണും കാലും ഒക്കെ അനങ്ങുന്നു. ഞാൻ സംസാരിക്കുന്നു, കേൾക്കുന്നു. എന്താണ് ആത്മാവ് ചോദിക്കുന്നത്? അതിനുത്തരം തമ്പുരാൻ പറഞ്ഞാലും എത്ര സുന്ദരമായ മുഖങ്ങൾ, എത്ര മനോഹരമായിട്ടാണ് അള്ളാഹു നമ്മെ സൃഷ്ടിച്ചത് അല്ലേ? വിവിധ നിറങ്ങളിലുള്ള വസ്ത്രങ്ങളിൽ ഒറ്റപ്പേരിലേക്ക് ചെയ്യും. നമുക്ക് മുമ്പ് ഈ ജീവിതത്തിൽ കടന്നുപോയ ഒരുപാട് പേര് നമ്മുടെ കുടുംബത്തിലുണ്ടാകുമാറാകട്ടെ. മയ്യത്ത് പരിപാലനം എന്ന ഒരു സ്റ്റാള് കൂടി നിങ്ങൾക്ക് വരാനുണ്ട്. ആ സ്റ്റാളിൽ യാത്രക്ക് റെഡി ആയിട്ട് നിൽക്കാണ് കേട്ടോ. നമ്മള് മാറിക്കൊടുക്കട്ടെ. ആൾക്കാർ തൊട്ട് മുന്നിട്ടാണ് തോളിൽ കൈ വെച്ചോട്ട് രണ്ട് ഇന്ത്യൻ ഇസ്ലാമിക് സെന്ററിന്റെ അൽഹുദ മദ്രസയുടെ 35ാം വാർഷികത്തോടനുബന്ധിച്ചാണ് ഈ എക്സിബിഷൻ സംഘടിപ്പിക്കുന്നത്. ഈ എക്സിബിഷന്റെ മെയിൻ തീം എന്ന് പറഞ്ഞാൽ ഖുർആനിൽ ഇതെല്ലാം തന്നെ ഏകദേശമൊക്കെ കൈകാര്യം ചെയ്തിട്ടുള്ളത്. ആവേശത്തോട് കൂടിയിട്ടാണ് ഈ ഒരു എക്സ്പോയെ ജിദ്ദയിലെ മലയാളി സമൂഹം ഏറ്റെടുത്തിരിക്കുന്നത്. മലയാളി നിന്ന് തന്നെയായിരുന്നു. ബദർ, ഉഹദ്, ഖന്തക് തുടങ്ങിയ പ്രധാനപ്പെട്ട എല്ലാ യുദ്ധങ്ങളിലും പരിക്കേറ്റവരെ ശുശ്രൂഷിക്കാൻ ആദ്യത്തെ പുസ്തകമാണ്. പ്രകാശശാസ്ത്രത്തിലെ പിതാവായി അറിയപ്പെടുന്നു ഇദ്ദേഹം തന്നെയാണ്. 7 വാള്യങ്ങളിലുള്ള കിതാബുൽ മജ്നൂൻ, നേത്രരോഗശാസ്ത്രം എന്നീ മേഖലകളിൽ ഇദ്ദേഹത്തിന്റെ സംഭാവനകൾ വളരെ കൂടുതലായിരുന്നു. ക്യാമറ ഒബ്സെക്യൂറിയുടെ പ്രവർത്തനം ആദ്യമായി ശരിയായി വിശദീകരിച്ചതും ഇദ്ദേഹം. അബു സയ്യിദ് അബ്ദുറഹ്മാൻ ഇബ്നു മുഹമ്മദ് ഇബ്നു ഖൽദൂൻ ആണ് അദ്ദേഹത്തിന്റെ പേര്. വടക്കൻ ആഫ്രിക്കയിൽ തുനീഷ്യ ഹിജ്റ 732 AD 1332 ഇദ്ദേഹം ജനിച്ചത്. ഹിസ്റ്ററി, എക്കണോമിക്സ്, ലോയർ, ഫിലോസഫർ, ഇസ്ലാമിക പണ്ഡിതൻ, നിയമ പണ്ഡിതൻ എന്നീ നിലകളിൽ ഇദ്ദേഹം ഏറെ അറിയപ്പെട്ടിരുന്നു. ജനസംഖ്യാശാസ്ത്രം അദ്ദേഹത്തിന്റെ ഫാദർ ഓഫ് എക്കണോമിക്സ് എന്നറിയപ്പെട്ടിരുന്നു. അദ്ദേഹം ഫാത്തിമൽ ഫീൽഡ് യൂണിവേഴ്സിറ്റിയിൽ പഠിച്ച ഒരു പണ്ഡിതനുമായിരുന്നു. ഈജിപ്ത് കൈറോയിൽ വെച്ച് AD 1406 അദ്ദേഹം മരണപ്പെട്ടു. അൽ ഖവാരിസ്മി, ഇദ്ദേഹത്തിന്റെ മുഴുവൻ പേര് അബു അബ്ദുള്ള മുഹമ്മദ് ഇബ്നു മൂസ അൽ ഖവാരിസ്മി. ഇപ്പോഴത്തെ ഉസ്ബെക്കിസ്ഥാന്റെ ഭാഗമായി ഖവാരിസ്മ എന്ന സ്ഥലത്തായിരുന്നു ഇദ്ദേഹത്തിന്റെ ജനനം. ജീവിതത്തിന്റെ ഭൂരിഭാഗവും അറിവിന്റെ ജിദ്ദ കാഴ്ചവെക്കുന്നു അൽഹുദ എക്സ്പോ 2025. പ്രപഞ്ചത്തിന്റെ അനന്ത വിഹായസിലേക്ക് ഒരു യാത്ര പോകാം. ആകാശത്ത് വിരിയുന്ന എക്സ്പോ വളരെ നല്ല ഒരു അഭിപ്രായങ്ങളാണ് പുറത്തുനിന്ന് വന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് വന്നവരോട് പലരുമായിട്ടും അഭിപ്രായം ഞാൻ പങ്കിട്ടു. Assalamu alaikum wa rahmatullahi wa barakatuh. Hello everyone. We are currently in Al Huda Expo, which is currently so famous in Jeddah, Saudi Arabia.